കണ്ണൂർ കണ്ണപുരത്തെ സ്ഫോടനക്കേസ് പ്രതി അനൂപ് മാലിക്കിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ സ്ഫോടക വസ്തു നിയമപ്രകാരം 6 കേസുകളുണ്ട്. കൊല്ലപ്പെട്ട മുഹമ്മദ് ആഷാമാണ് അനൂപ് മാലിക് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരുന്നത്. വിവിധയിടങ്ങളിൽ വാടക വീടുകൾ കേന്ദ്രീകരിച്ച് സ്ഫോടക വസ്തു നിർമ്മാണമുണ്ട് എന്നാണ് കണ്ടെത്തൽ. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഈ പ്രതിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. അത് ഒന്നിലൊതുങ്ങുന്നതല്ല, കൂടുതൽ കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് പോലീസ് കൂടുതലായി അറിയിക്കുന്നത്, അരുൺ പൂപ്പറമ്പ? അരുൺ പൂപ്പറമ്പയിലേക്ക് അല്പസമയത്തിനകം എത്താം. ആ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തകരാറുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കും. കണ്ണൂർ കണ്ണപുരത്താണ് പുലർച്ചെ 2 മണിയോടെ വാടക വീട്ടിൽ വലിയ സ്ഫോടനം ഉണ്ടായത്. അതിലൊരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഈ വീട് വാടകയ്ക്കെടുത്ത പ്രതി അനൂപ് മാലിക്കിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ സ്ഫോടക വസ്തു നിയമപ്രകാരം 6 കേസുകളുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ. റിജിത്ത്, ഈ അനൂപ് മാലിക്കിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 6 കേസുകൾ ഇവരുടെ ഈ അനൂപ് മാലിക്കിൻ്റെ പേരിലുണ്ട് എന്നതാണ്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള 6 കേസുകൾ ഈ അനൂപ് മാലിക്കിൻ്റെ പേരിലുണ്ട്. അതിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ വാടകയ്ക്ക് വീടെടുത്ത് അവിടെ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ആളാണ്. അതിനുവേണ്ടിയാണ് ഈ മുഹമ്മദ് ആഷം, അയാൾ ഈ അനൂപ് മാലിക്കിൻ്റെ ബന്ധു കൂടിയാണ്. എങ്ങനെ ഏൽപ്പിക്കും, അതിനുശേഷം മറ്റ് സഹായികൾ കൂടി, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അവരുടെ സഹായത്തോടു കൂടി ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ആ വാടക വീടുകളിൽ സൂക്ഷിക്കും. പിന്നീട് ഈ അനൂപ് മാലിക്കാണ് കൃത്യമായിട്ടുള്ള ഓർഡർ, അതായത് എവിടെ നിന്നൊക്കെയാണ് ഇത് എത്തിക്കേണ്ടത്, എവിടേക്കാണ് എത്തിക്കേണ്ടതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഈ മുഹമ്മദ് ആഷാമിന് ഉൾപ്പെടെ കൈമാറുക. അതനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു കൊണ്ടുപോകുന്നു എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് ഇത്തരം ഈ പടക്കങ്ങൾ, ഈ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ മാത്രമല്ല, ബോംബിന് സമാനമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാറുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ അനൂപ് മാലിക്കിൻ്റെ പശ്ചാത്തലം വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചിരുന്നത്. CPM പറയുന്നത് ഇതിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആളാണ് അനൂപ് മാലിക്, കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്. അല്പസമയം മുമ്പ് BJPയുടെ ജില്ലാ പ്രസിഡന്റും സമാനമായി, അതായത് K. സുധാകരനോട് ഉൾപ്പെടെ അടുത്ത ബന്ധമുള്ള ആളാണ് അനൂപ് മാലിക് എന്ന ആരോപണം, രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ കൂടി ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ സ്ഫോടനം നടന്ന ആ സ്ഥലത്ത് നിന്നും ഏകദേശം 50 മീറ്റർ താഴെയുള്ള ഒരു വീട്ടിലാണ്. ഈ വീട്ടിലും ഇതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് വീട്ടിന് കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചോ? റൂമിന് സീലിംഗ് പോയി, ഒരു ജനൽ പോയിട്ടുണ്ട്, അങ്ങനെയുള്ളത്. പുലർച്ചയോടെ നിങ്ങൾ എങ്ങനെയാ? ഒരു 1:15 ഒച്ച കേട്ടിട്ട് നമ്മൾ എണീച്ചതെന്ന് വെച്ചാൽ മൊത്തം വീടിനാ നമ്മളെ വിചാരം, വീട് മൊത്തം പോയിന്നാ നമ്മളെ വിചാരം. ഓടി ഇപ്പുറം മോനെ നോക്കാൻ വേണ്ടി വന്നതാണ്. വരുമ്പോഴത്തേക്കും ഇവനൊന്നും ഇതായിട്ടില്ല. അപ്പോൾ എണീച്ച് നേരത്തെ അനിയനെ വിളിച്ചു. അനിയൻ പറഞ്ഞു വീടിയും ചില്ലെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ ലക്ഷ്മണേട്ടനെയും വിളിച്ചു. ഓരും പറഞ്ഞു വീടിൻ്റെ ജനലെല്ലാം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവരെൻ്റെ കയറി അങ്ങോട്ടേക്ക് പോയി, അനിയൻ്റെ അടുത്തേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ട്. അന്നേരം റോട്ടുമ്പിൽ തികച്ചും ചില്ലും ഇതെല്ലാം കാണുന്നുണ്ട്. ചെറിയ കുട്ടി ഉണ്ടായിരുന്നു? ഇല്ല, ഇവിടെ നമ്മൾ 3 ആളേ ഉള്ളൂ. ഇവരിങ്ങനെ വാടകയ്ക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്കൊന്നും അറിയില്ല ഇവരെ പറ്റിയിട്ടേ ഒരു കാര്യം നമ്മളറിയാം. ഇന്നുവരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. നമ്മൾ ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ആളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം 2 ദിവസമായിട്ട് അവിടെ വണ്ടി പുറത്ത് താഴെ കാണുന്നുണ്ട്. അവരെ അങ്ങനെയൊന്നും നമുക്കറിയില്ല അവരെ പറ്റിയിട്ട്. അങ്ങനെയാണ്. അതായത് ഇപ്പോൾ സ്ഫോടനം നടന്നിട്ടുള്ള സ്ഥലത്ത് ആ വീട്ടിലെ അയൽവാസി ആയിട്ടുള്ള ചേച്ചിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അവരുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഉഗ്രശേഷിയുള്ള ആ സ്ഫോടനമാണ്. വിവരങ്ങൾ നൽകുന്നത്. ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ആഷാമാണ് അനൂപ് മാലിക് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരുന്നത് എന്ന വിവരമാണ് വരുന്നത്. വിവിധയിടങ്ങളിലായി വാടക വീടുകൾ എടുത്ത് അവിടെ ഈ സ്ഫോടക വസ്തു നിർമ്മിച്ച് നൽകുന്ന ജോലിയാണ് ഇയാൾക്ക്, ഈ അനൂപിന് എന്നുള്ള വിവരത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. കൂടുതൽ കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായുണ്ട്. അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് പോലീസ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.